ചെയ്താലേ അള്ളാഹു ഖളാഉകളിൽ മാറ്റം വരുത്തുകയുള്ളൂ. അള്ളാഹു നമുക്ക് ചില പരീക്ഷണങ്ങൾ ഈ ലോകത്ത് അള്ളാഹു വിധിച്ചിട്ടുണ്ടാകും. ആ പരീക്ഷണങ്ങൾ റബ്ബേ നീ ഞങ്ങൾക്ക് തരരുതേ എന്ന് ദുആ ചെയ്താൽ ആ ഖളാഇനെ അള്ളാഹു തിരുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടാനുള്ള കാരണമാണ് പ്രാർത്ഥന. ദുആരക്കാണ് നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തുതരും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഖുദ്സിയായ ഹദീസ് പറയാൻ അല്ലാഹു ഡയറക്റ്റ് പറയുന്ന പോലെ ഖാല അല്ലാഹു തആല യബ്ന ആദം അലൈഹിസ്സലാം, അല്ലാഹു പറയുന്നുണ്ട്, വിളിക്കുന്നുണ്ട് ആദമിന്റെ സന്തതിയെ അലൈഹിസ്സലാം, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന മിൻക വലാ ഉബാലി. അള്ളാഹുവിന്റെ വലിയ റഹ്മത്ത് അള്ളാഹു നൽകുമെന്ന് പറയുന്ന ഹദീസാണ്. ഇന്നക മാ ദഅൗതനി, ആദം നബിയുടെ മോനെ, മക്കളെ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്ന കാലത്തോളം, വറജൗതനി, എന്നിൽ പ്രതീക്ഷ വെക്കുന്ന കാലമത്രയും, ഗഫർതു ലക അലാ മാ കാന മിൻക, നീ ചെയ്ത കുരുത്തക്കേടെല്ലാം നിനക്ക് ഞാൻ പുറത്തു തരുന്നുണ്ട്. നീ എന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് അള്ളാഹുവിലാണ് പ്രതീക്ഷയുള്ളത്. അള്ളാഹു മാപ്പ് തരും, അള്ളാഹു പുറത്തു തരും. ഞാൻ റബ്ബിനോട് ദ്വാരക്കാണ്, അള്ളാഹു എനിക്ക് പുറത്തു തരണേ. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിനക്ക് ഞാൻ പുറത്തു തരും. വലാ ഉബാലി, എനിക്ക് പ്രശ്നമല്ല, നാട്ടിൽ പുറത്തൊന്നില്ലാന്ന് വരും, എനിക്കത് പ്രശ്നമല്ല, ഞാനത് പുറത്തു തരും. എത്ര വലുതാണ് നീ ചെയ്ത തെറ്റെങ്കിലും ഞാൻ പുറത്തു തരും. ഇബ്ന ആദം അലൈഹിസ്സലാം, ഇത് വലിയ പ്രസിദ്ധമായ ഹദീസാണ്, നമ്മൾ പഠിച്ചു വെക്കേണ്ട, ഓർത്തു വെക്കേണ്ട ഹദീസാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ തജല്ലി, അള്ളാഹുവിന്റെ ജമാലിന്റെ തജല്ലിയെ സംബന്ധിച്ച് പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പ്രതീക്ഷ നൽകുന്ന ചില അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും. അങ്ങനത്തെ ഹദീസുകളാണ് ഇതൊക്കെ. ഇബ്ന ആദം, ആദമിന്റെ മോനെ അലൈഹിസ്സലാം, ലൗ ബലഗത് ദുനൂബുക അനാനസ് സമാ. ഇബ്ന ആദം എന്ന് പറയുമ്പോൾ നിങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയണില്ലേ? പറഞ്ഞേക്കണേ, ഉറക്കം കേൾക്കണമെന്നില്ല, എന്നാലും പറഞ്ഞേക്കണേ. ഇബ്ന ആദം അലൈഹിസ്സലാം നമ്മുടെ വല്യാപ്പല്ലേ. മനുഷ്യ, നിന്റെ തെറ്റുകൾ ആകാശത്തിന്റെ അങ്ങ് മേലാപ്പ് വരെ നിന്റെ തെറ്റുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചാൽ അങ്ങോട്ട് എത്താൻ മാത്രമുണ്ട് എന്ന് വിചാരിക്കാം. അത്രയൊന്നും ഇപ്പൊ ആർക്കും ഉണ്ടാവില്ലല്ലോ മനുഷ്യത്തില്ലേ, ആകാശത്തൊക്കെ എത്താൻ മാത്രം. അനാനസ്, അല്ലാഹു ഉപയോഗിച്ച വാക്കത അനാനസ്സമ. സുമ്മസ്തഗ്ഫർതനി, എന്നിട്ട് നീ എന്നോട് മാപ്പ് ചോദിക്കുകയും ചെയ്താൽ ഗഫർതു ലക, നിനക്ക് ഞാൻ മാപ്പ് തരും. വലാ ഉബാലി, എനിക്കത് പ്രശ്നമല്ല. അത് ഇത്ര ഉണ്ടല്ലോ, ഇതൊക്കെ ഇതെല്ലാം കൂടെ പുറത്തു കൊടുക്കണോ? അങ്ങനെ പറയില്ലേ കണക്കൂട്ടുമ്പോ? ഇതെല്ലാം കൂടെ എത്ര ഡിസ്കൗണ്ട് കൊടുക്കണോ? കുറച്ച് കൊടുത്താ പോരെ? അങ്ങ് മുഴുവൻ കൊടുത്തേക്ക്. വലാ ഉബാലി, എനിക്കത് പ്രശ്നമില്ല. അല്ലാഹു പറയാം, ഇബ്ന ആദം ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി നിറയെ തെറ്റുകളുമായിട്ടാണ്, സുമ്മ ലഖീതനി, നീ എന്റെ മുമ്പിലേക്ക് ഖബറിലേക്ക് വരുന്നത് തെറ്റ് ചെയ്തിട്ടാണ്, തെറ്റ് ചെയ്ത് കടന്നതാണ്, അങ്ങനെ ഉറങ്ങിയതാണ്. കള്ളുകുടിച്ച് കിടക്കണവരുണ്ട്, കള്ളുകുടിച്ച് കിടന്നു, നേരം വെളുത്തപ്പോഴേക്കും ഒരു അറ്റാക്ക് വന്നു, സ്ട്രോക്ക് വന്നു, കടന്നു, മരിച്ചുപോയി. അടുത്ത സമയം ദുബൈയിൽ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്താ അതിന്റെ അവസ്ഥ? ഇബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ അലൈഹിസ്സലാം, ആദം നബിയുടെ മക്കളെ, ഭൂമി നിറയെ തെറ്റുകളുമായി നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വന്നു. ഭൂമി നിറയെ തെറ്റാണ്, അത്രക്കും തിന്മകൾ ചേർക്കണ ഭൂമിയിലങ്ങ് വിതറിയാൽ നിറയാൻ മാത്രമുണ്ട് എന്ന് വിചാരിക്കുക. സുമ്മ ലഖീതനി, എന്നിട്ട് എന്നെ നീ കണ്ടുമുട്ടുമ്പോ, ലാ തുശ്രികു ബി ശൈആ, ഒന്നുമേ ആരെയും എന്നോട് ശിർക്ക് ചെയ്യാതെ, എല്ലാറ്റിനും കഴിവുള്ള പരമകാരുണ്യകനും പരമശക്തിയുമായ അള്ളാഹു, അത് ഒന്നു മാത്രമേ, റബ്ബ് തആല ഒരുവനാണ്, രണ്ടാളില്ല, മൂന്നാളില്ല. അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കുള്ളവർ ആരുമേ ഇല്ല. ഇതാണ് നമ്മുടെ അഖീദ, അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയാണ് നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വന്നതെങ്കിൽ ആ ഭൂമി നിറയെ മഗ്ഫിറത്തുമായിട്ടാണ് നിന്നെ ഞാൻ സ്വീകരിക്കുന്നത്.
എനിക്കത് പ്രശ്നമില്ല എന്ന് അല്ലാഹു തആല പറയാം. യാ റബ്ബ്. ദുആ നമ്മുടെ മഗ്ഫിറത്തിന് കാരണമാണ്. അല്ലാഹു മുജീബാൻ, അല്ലാഹു ഉത്തരം നൽകുന്നവനാണ്. അതല്ലേ നമ്മുടെ ചർച്ച. ഇഖ്ലാസ് വേണം, ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണം എന്നാ. ഉറക്ക ദ്വാരുന്ന ഇങ്ങനെ ഈണോ രാഗൊന്നും വേണ്ട ദുആന്. ദുആന് അങ്ങനെ ഉണ്ടാക്കി കരച്ചിലൊന്നും വേണ്ട. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരഞ്ഞോ. ഉറക്ക കരയാൻ വേണ്ടി നല്ല ഈണത്തിലും രാഗത്തിലും പ്രാസപ്പിച്ചിട്ട് പറയാ, അതൊന്നും വേണ്ട. അള്ളാഹുവിനോട് പച്ചയായിട്ട് കാര്യം പറഞ്ഞാൽ മതി. മനസ്സ് അള്ളാഹുവിന്റെ കൂടെ വേണം പറയുമ്പോ. ഖൽബ് അള്ളാഹിന്റെ കൂടെ ഇല്ലാതെ നമ്മൾ നല്ല ചൊറുക്കിൽ തോരുന്നിട്ട് ഒരു കാര്യമില്ല, അള്ളാഹു ഉത്തരം തരൂല. ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. സൂറത്ത് ഗാഫിർ. ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നിങ്ങൾ ഇഖ്ലാസോടുകൂടെ സമർപ്പണം അള്ളാഹുവിന് മാത്രമായി മനസ്സ് അള്ളാഹുവിന് കൊടുത്തുകൊണ്ട് ഫദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ഇരക്കണേ. അള്ളാഹുവിനോട് ദുആ ഇരക്കണേ. ഇഖ്ലാസ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഞാൻ ചോദിക്കുന്നത് നൽകാൻ അള്ളാഹു കഴിയുന്നവനാണ്. എത്ര വലിയ ക്യാൻസർ രോഗിയാണ്, എത്ര വലിയ മാരക രോഗമാണ്, ഡോക്ടർമാര് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ കയ്യിലാണ് അജല് കിടക്കുന്നത്. അള്ളാഹുവിനെ നീട്ടിത്തരാൻ കഴിയും, അള്ളാഹുവിനത് ശിഫയാക്കി തരാനും കഴിയും. അത്ഭുതം സംഭവിച്ചു എന്നവർ പറയും. ശിഫയാക്കുന്നത് അള്ളാഹുവാണ്. യാ അല്ലാഹ്. ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾക്ക് അല്ലാഹു ഉത്തരം തരും എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇരക്കേണ്ടത്. വഅലമൂ, അറിയണേ, അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്. അശ്രദ്ധമായി കിടക്കുന്ന, സീരിയസ് അല്ലാതെ ബോധമില്ലാതെ ചോദിക്കുന്ന ഒരു ദുആഇനും അല്ലാഹു ഉത്തരം നൽകുന്നില്ല. നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പാണ് എന്ന അവസ്ഥയിലാണ് ദുആ ഇരക്കേണ്ടത്. അങ്ങനെ ദ്വാരക്കാൻ നമുക്ക് പറ്റണില്ല എന്നതാണ് വിഷയം. നമ്മൾ അങ്ങനെ എത്ര ദുആ ദ്വാരന്നിട്ടുണ്ടാവും? ഞാൻ ഈ ചോദിക്കുന്ന ഉത്തരം കിട്ടുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ദ്വാരക്കാം. അത് ആർക്കും നോക്ക. ചിലപ്പോ ഈ മൂലയരപ്പം തോർന്നാൽ കിട്ടുമായിരിക്കും, ഇല്ലെങ്കിൽ വേറെവിടെയും പോയി നോക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കാം. നോക്ക എന്ന് ടെസ്റ്റ് ചെയ്യണ്ട, അള്ളാഹുവിനെ ടെസ്റ്റ് ചെയ്യരുത്. മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം അള്ളാഹു തരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ, അള്ളാഹു ഉത്തരം തന്നിരിക്കും. സുബ്ഹാന അള്ളാഹു. സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനക യാ റബ്ബ്. ദുആഇന് ഉത്തരം കിട്ടണമെങ്കിൽ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു അദബ്, ഹലാലായ ജോലി ചെയ്യണം, ഹലാലായതേ കഴിക്കാൻ പറ്റുള്ളൂ, ഹറാമായ ഭക്ഷണം കഴിച്ചുകൂടാ. കള്ളു കുടിക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്തരം കിട്ടൂല. ഫുള്ള് കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കണത് ഇങ്ങനെ ദ്വാരക്കാൻ, തിന്മയിലായിക്കൊണ്ട് ദ്വാരക്കാൻ, അതിൽ അള്ളാഹു ഉത്തരം തരൂല. ബോധമൊക്കെ തെളിഞ്ഞു, തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിനോട്, കള്ളുടിയനായിരുന്നു, അള്ളാഹു പുറത്തു തരും, അള്ളാഹു പുറത്തു തരും. ബോധമുള്ളവരെ അള്ളാഹു ത്വയ്യിബേ സ്വീകരിക്കുള്ളൂ. നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുന്ന ഭക്ഷണം ഹലാലാവണം. യാ അയ്യുഹന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്, ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധിയുള്ളവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, ശുദ്ധിയുള്ളതല്ലാതെ അല്ലാഹു സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, അല്ലാഹു നബിമാരോട് കൽപ്പിച്ചത് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചതും ഒന്നു തന്നെയാണ്. എന്താ കൽപ്പന? യാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. യാ അയ്യുഹർ റസൂലു, എന്റെ നബിമാരെ, എന്റെ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്, നിങ്ങൾ ഹലാലായതും ശുദ്ധിയുള്ളതുമേ നല്ലതേ നിങ്ങൾ കഴിക്കാവൂ. വഅമലൂ സ്വാലിഹാ, അങ്ങനെ കഴിക്കുന്നവർക്കാണ് സ്വാലിഹായ അമൽ ചെയ്യാൻ കഴിയുക.
അവർക്കാണ് അതിന് തൗഫീഖ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഹലാല് ഭക്ഷിച്ചോളൂ, നന്മ ചെയ്തോളൂ എന്ന് പറയാൻ കാരണം. ഹലാല് ഭക്ഷിച്ചാലേ നന്മ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവുള്ളൂ എന്നാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഞാൻ അറിയുന്നവനാണ്. പിന്നെ പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ തന്നെ, ഈ പുതിയത് സൂറത്ത് മുഅ്മിനൂൻ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ളവയിൽ നിന്ന് ത്വയ്യിബ് എടുത്ത് കഴിക്കണം. അപ്പൊ അല്ലാഹു തന്നെയാണ് ഹലാലും ഹറാമുമായ ഭക്ഷണം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയത്. പക്ഷെ അല്ലാഹ് പറയാണ്, ഇത് രണ്ടും എന്റെ ക്രിയേഷനാണ്. പക്ഷേ യു ഹാവ് ടു ചൂസ് ഹലാൽ ആൻഡ് ത്വയ്യിബ്, പെർമിസിബിൾ ആൻഡ് പ്യൂർ. ക്ലീൻ ആയിരിക്കണം, ശുദ്ധിയുള്ളതാവണം, ഹലാലുമാകണം. എല്ലാ ഹലാലും ശുദ്ധിയുള്ളതാവണമെന്നില്ല, എല്ലാ ശുദ്ധിയുള്ളതും ഹലാലുമാവണമെന്നില്ല. നല്ല ശുദ്ധിയുള്ള പോർക്കാണ് തിന്നാൻ പറ്റുമോ? അല്ല, അത് ഹറാമാണ്. ഹലാലായ തന്നെയാണ്, പക്ഷേ വൃത്തിയില്ലാത്തതാണ്. ഹലാലൻ ത്വയ്യിബൻ. പെപ്സി, കോളകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ അങ്ങനെയാണ്, ഹലാലാണ്. ത്വയ്യിബ് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. തടി കേടാവുന്നാ പറയാ. പല എക്സ്പെരിമെന്റുകളും പലരും ചെയ്തിട്ടില്ലേ? അപ്പോ ശരീരത്തെ നശിപ്പിക്കുന്നത് ത്വയ്യിബല്ല, ശരീരത്തിന് നല്ലതല്ല. ഹലാലാണ്, പക്ഷെ നല്ലതല്ല, നമ്മൾ ഡാമേജ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചൂസ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യം നോക്കണം. ഹലാൽ മാത്രമാണോ നോക്കിയാൽ പോരാ, ഹലാൽ ആൻഡ് ത്വയ്യിബ്. അത് ഹെൽത്തി ആയിരിക്കണം, നല്ലതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതാവണം. ഹലാലൻ ത്വയ്യിബൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു. സുമ്മ ദകറ റജുൽ, ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു. യുതീലു സഫർ, ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാൾ. അശ്അസ അഗ്ബറ, അയാളുടെ മുടി പൊടി പിടിച്ചു കിടക്കുകയാണ്, ശരീരമാസകലം പൊടിയാണ്. അവർ മിസ്കീനായിട്ട് ഒരു മസ്താനായിട്ട് ഇങ്ങനെ നടക്കുക സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെ ആവുമ്പം വല്ലാണ്ട് പൊടി പിടിക്കും തോറും അള്ളാഹുലേക്ക് അടുത്ത ആൾക്കാരാണെന്നാ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കല്. അങ്ങനെയൊന്നും അതിനർത്ഥമില്ല. അതിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും, കേടുള്ളവരുണ്ടായിരിക്കും. എത്രയോ സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ കാണപ്പെടാറുണ്ട്. മിസ്കീനായിട്ട് നടക്കുന്ന ആളാണ്, പക്ഷെ വൈകുന്നേരം കഞ്ചാവിന്റെ ആളാണ്, അല്ലെങ്കിൽ കള്ളുപിടിക്കുന്ന മനുഷ്യന്മാരാണ്, അല്ലെങ്കിൽ വട്ടിപ്പലിശ കൊടുക്കല പരിപാടി. യാചനയാണ് ജോലി, പക്ഷെ വട്ടിപ്പലിശ കൊടുക്കലാണല്ലോ ബിസിനസ്. അങ്ങനെ ജോബും ബിസിനസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അശ്അസ അഗ്ബറ, പൊടി പുരണ്ടിരിക്കുന്നു ശരീരമാസകലം. ഒരു യാത്രക്കാരന്റെ, ഒരു മിസ്കീനിന്റെ, ഒരു ബോധമില്ലാതെ നടക്കുന്ന, ദുന്യാവ് വേണ്ടാന്ന് വിചാരിക്കുന്ന ആളെ പോലെ തോന്നുന്നുണ്ട് കാണുമ്പോ. യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് പറയും, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. എന്തേ പറയണമെന്നറിയോ? നിങ്ങൾ എന്തേലും കൊടുത്താൽ ഒരു പറയും, യാ റബ്ബ്, പഠിച്ചോനെ ഇയാൾക്ക് എന്തേ കൊടുക്കണേ റബ്ബേ, ഇയാൾക്ക് ഖൈറ് ചെയ്യണേ പഠിച്ചോനെ, ഇയാൾക്ക് അങ്ങനെ ചെയ്യണേ. കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ചീത്തയും പറഞ്ഞേക്കും ചിലപ്പോ. കൊടുത്തു കഴിഞ്ഞാൽ അവർ കൈ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ ഒരു ദ്വാരക്കും. അവർ മസ്താന് കൊടുത്തതാണ്, അല്ലെങ്കിൽ ഒരു മുസാഫിറായ മനുഷ്യനാണ്, ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെയൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടായിരിക്കും, നല്ല മനുഷ്യന്മാരുണ്ട്. പക്ഷെ എല്ലാവരും നല്ലവരാണെന്നും പറയാൻ പറ്റൂല. തങ്ങൾ എന്താ പറയുന്നറിയോ? അയാൾ ഹറാമിൽ നിന്ന് ഭക്ഷിക്കുന്ന ആളാണ്. ഹറാം, കള്ളുടിക്കുന്ന ആളായിരിക്കും അയാള്, അയാളെ ഭക്ഷണം ഹറാമാണ്. പൊതുമുതൽ ഭക്ഷിക്കുന്ന ആളായിരിക്കും, ഒരു പക്ഷേ അനുവാദമില്ലാതെ കിട്ടുന്നത് തിന്നുന്ന ആളായിരിക്കും. വമൽബസുഹു ഹറാം, വസ്ത്രം ആരുടെയെങ്കിലും കട്ടെടുത്ത് കൊണ്ടുവന്നതായിരിക്കും. വഗുദിയ ബിൽ ഹറാം, ഈ ഹറാമിന്റെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. ശരീരം തന്നെ ആരോഗ്യം കൊണ്ടത്, ആരോഗ്യം ലഭിച്ചത് തന്നെ ഹറാം കൊണ്ടാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, ഈ കാരണങ്ങൾ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് യാ റബ്ബ് യാ റബ്ബ് എന്ന് ഇയാൾ പറയുന്ന ദുആഇന് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? അല്ലാഹു ഉത്തരം നൽകൂല.
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമിൽ മഹാനായ ഇമാം മുസ്ലിം ഇബ്നു ഹജ്ജാജ് സഖഫി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം തങ്ങളുടെ ഹദീസാണിത്. സ്വഹീഹായ വളരെ സ്ട്രോങ് ആയ ഹദീസാണ്. ലാ തസ്തബ്തിഇൽ ഇജാബ വഖദ് സദത്ത തുറുഖഹാ ബിൽ മആസി. മഹാന്മാർ പറയും, എന്തേ ഉത്തരം ലഭിക്കാത്തത്, എന്തേ ഉത്തരം വരാത്തത് എന്ന് പറഞ്ഞ് ഉത്തരം വരാത്തതിനെ സംബന്ധിച്ച് അക്ഷമ കാണിക്കേണ്ടതില്ല. വഖദ് സദത്ത തുറുഖഹാ ബിൽ മആസി. ആ ഉത്തരം വരേണ്ട വഴികളെല്ലാം തിന്മകൾ ചെയ്തുകൊണ്ട് നീ അടച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് അതിലൂടെ ഉത്തരം വരിക? ഉത്തരം വരേണ്ട വഴികളൊക്കെ നീ അടച്ചു വെച്ചിരിക്കുകയല്ലേ. ബിൽ മആസി, നിങ്ങളുടെ തിന്മകൾ കാരണം. അതുകൊണ്ട് ഉത്തരം കിട്ടാൻ വൈകിപ്പോയതിൽ അള്ളാഹുവിനെ കുറ്റം പറയണ്ട. ഇസ്തജാബു ലിൽ അബ്ദി, ഏതൊരാൾ ദുആ ചെയ്താലും അള്ളാഹു ഉത്തരം കൊടുക്കുന്നുണ്ട്. മാലം യദ്ഉ ബിഇസ്മിൻ, ഒരു തെറ്റിന് വേണ്ടി ദുആ ചെയ്താൽ ഒഴികെ. ഔ ഖതിഅതി റഹിമിൻ, കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി ദുആ ചെയ്താൽ ഒഴികെ. മാലം യസ്തഅജിൽ, ഈ രണ്ട് കാര്യത്തിനല്ല. ദ്വാരതൊക്കെ ഹലാലായ കാര്യമാണ്, അള്ളാഹു ഉത്തരം കൊടുക്കും. മാലം യസ്തഅജിൽ, ധൃതി കാണിക്കാതിരിക്കുന്ന കാലത്തോളം. ഖീല, അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ ഇസ്തിഅജാൽ, എന്താണ് നബിയെ ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ? അപ്പൊ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു. യഖൂലു, അയാള് പറയും, ഖദ് ദഅഉതു വഖദ് ദഅഉതു, ഞാൻ ദുആ ചെയ്തല്ലോ, ഉംറക്ക് പോയപ്പോൾ ദുആയിരുന്നല്ലോ, മദീനത്ത് നിന്ന് ദുആ ചെയ്തല്ലോ, നാട്ടിൽ നിന്നപ്പം ദുആ ചെയ്തല്ലോ, ഇന്ന മഹാന്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്തല്ലോ, വെള്ളിയാഴ്ച ദുആ ചെയ്തല്ലോ, സുന്നത്ത് നോമ്പെടുത്ത് ദുആ ചെയ്ത്, എന്നിട്ടൊന്നും ഞാൻ ചോദിച്ചാൽ തന്നിട്ടില്ലല്ലോ. ഇത് പറയാത്ത കാലത്തോളം ഫലം അറ യുസ്തജബ് ലീ, ഇങ്ങനെയൊക്കെ ദുആ ചെയ്തിട്ടും എനിക്കെന്താണ് ഉത്തരം കിട്ടാത്തത് എന്ന് നിങ്ങൾ ധൃതി കാണിക്കാത്ത കാലത്തോളം, അത് പറയാതിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും. എന്താ റബ്ബേ എന്റെ കാര്യം ശരിയാവാത്തത്? ശരിയാവും, നീ ഉറപ്പിക്കുക, അള്ളാഹു ശരിയാക്കി തരും എന്ന് തന്നെ ഉറപ്പിക്കണം എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇൻദ ദാലിക യസ്തഹ്സിറു, എന്താ സംഭവിക്കുകയെന്നറിയോ? എനിക്കിത് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ആള് യസ്തഹ്സിറു, വലിയ സങ്കടത്തിലേക്ക് പോകും. വയദഉ ദുആ, പിന്നെ അയാളെ ദുആ നിർത്തിവെക്കും. ഇനി ഞാൻ ചോദിക്കണില്ല എന്ന് പറയും. ചോദിക്കേണ്ട ആള് ദുആ നിർത്തിവെക്കും. എന്തേ? ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്, ധൃതി കാണിക്കരുത്. ഉദ്ഉ റബ്ബകും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ഉദ്ഉ റബ്ബകും തദർറുഅൻ വഖുഫിയ, വളരെ വിനയത്തോടെ താഴ്മയോടെ, വഖുഫിയതൻ, ശാന്തമായിട്ടും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇരക്കിൻ. ഉറക്ക നിലവിളിച്ച് ഒച്ച വെച്ച് ചങ്ക് പൊട്ടിച്ച് അങ്ങനെയൊന്നും ദ്വാരക്കണ്ട. ഖുഫിയതൻ, വളരെ ശാന്തമായി മെല്ലേന്ന് വരുന്നാ മതി. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു വറഫഅ അല്ലാഹു ഖദറഹു, ഉസ്താദിന്റെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ ഇരുന്നാൽ കാണും, ഒരു കുട്ടിന്റെ സൗണ്ട് കേൾക്കൂല. ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ ചൊല്ലിക്കഴിയുന്നുണ്ടാവും, ഒരു ഒച്ചയും ബഹളം ഉണ്ടാവില്ല. ഉസ്താദ് അങ്ങനെ പഠിപ്പിക്കുക. നമ്മൾ ബഹളം മാത്രമല്ല, അത് മൈക്ക് കൂടെ തന്നെ ബഹളം. അത് ആരെങ്കിലും ഞാൻ അത് തൽക്കാലം മൈക്ക് ഓഫാക്കി കൂടെ നിങ്ങൾ ചെല്ലുന്നത് നാട്ടുകാർക്ക് അറിയാലോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി കച്ചറി പ്രശ്നമായി. അറിയാത്തതുകൊണ്ടായിരിക്കും. തദർറുഅൻ വഖുഫിയ, മെല്ലെ പറഞ്ഞാൽ മതി, അള്ളാഹുവിനതറിയാം. വളരെ വിനയത്തോടുകൂടെ, ഖുഫിയതൻ, മെല്ലെ ശാന്തമായി. ഒറ്റക്കിരുന്നിട്ടാണെങ്കിൽ അങ്ങനെ, കൂട്ടമായിട്ട് ദുആ ചെയ്യുമ്പോൾ ശാന്തമായിട്ട് ബഹളല്ലാണ്ട്, അപ്പോഴാണ് ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉറക്ക തോരക്കുന്ന ഒരാളുടെ കരച്ചിലോ ഒച്ചപ്പാടോ ബഹളോ കേട്ട ശ്രദ്ധക്ക് അങ്ങോട്ട് പോയി പോവും. നമുക്ക് അള്ളാഹുവിൽ ഓർക്കണ്ടേ. എന്താ ഉംറക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് സംഭവിക്കുന്നൊരു പ്രശ്നം അങ്ങനെയാണ്. ഉംറ ചെയ്യുമ്പോൾ നാനാ ഭാഗത്തുനിന്ന് വന്ന മനുഷ്യന്മാരെന്താ കാട്ടണെന്ന് നോക്കി നടക്കുക. അവനാന്റെ ഇഹ്റാമിന്റെ ഡ്രസ്സിലായി നടക്കുന്നത്, ഇഹ്റാം ചെയ്ത നിയ്യത്തിലായി പോകുന്നത്, ഇവന്റെ തവാഫ് എന്താകുന്നുണ്ടെന്ന് മാത്രം ചിന്തിക്കണില്ല. ബാക്കി നാട്ടുകാരെ കഥ മുഴുവൻ കാണുന്നുണ്ട്. ഹറമിൽ ചെന്നാലും അതന്നെ, മറ്റേ നാട്ടുകാരെന്റെ റൂമിൽ വന്ന പിന്നെ കഥ, ഞാൻ ഒരാളെ കണ്ടിട്ടോ, മറ്റേ ആൾ അങ്ങനെ കാട്ടിട്ടോ, ഒരാൾ ഇങ്ങനെ കാട്ടിയോ, പോലീസുകാരുടെ കൊണ്ട് കൊണ്ടുവന്ന്. അവിടെ അതൊന്നും നോക്കാൻ നിൽക്കണ്ട. നമ്മുടെ ഇബാദത്ത് മാത്രം ശ്രദ്ധിക്കുക. അവിടെ നമ്മളൊരു ഇബാദത്തിന് പോയതല്ലേ, അതിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ഓരോ സെക്കൻഡും ഖൽബ് അല്ലാഹു അല്ലാതെ മറ്റൊന്നിലേക്കും പുണ്യ ഹബീബും നമ്മുടെ ആഖിറവും
ഇതല്ലാതെ മറ്റൊന്നിലേക്കും പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റണം. അങ്ങനെയാണ് പരിശുദ്ധമായ റൗദയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ റൗദയിൽ ബാബുസലാമിനോട് സലാം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കുറേ വീഡിയോസും മൊബൈലും ആയിരിക്കും. എന്തോ ഒരു വിഷമാണ് റബ്ബെ, വലിയ വിഷമാണ്. അപ്പൊ നമ്മൾ അറിയാതെ നോക്കിപ്പോവും മറ്റവന്റെ മൊബൈലിന്റെ സ്ക്രീനിലേക്ക്, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ ഒച്ചപ്പാടിലേക്ക്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംസാരത്തിലേക്ക്. നമുക്ക് നമ്മുടെ ഒരു നിയ്യത്തും നമുക്ക് ആ സമയം കഴിഞ്ഞു പോയാൽ പിന്നെ അത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിയേണ്ടി വരും. ആ ഓരോ സെക്കൻഡും അള്ളാഹു എനിക്ക് വിലപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ഹബീബിന്റെ ഹളറത്തിലാണ്, ഇത്രയും തൊട്ടടുത്ത്. ഇപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പക്ഷേ ഒരു 3 മീറ്റർ ഒക്കെ അകലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 4 മീറ്റർ. അത്ര അടുത്ത് ഖബറിൽ ജീവിച്ചിരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുസ്ലിമിന്റെ അഖീദ. നബി തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അമ്പിയാക്കന്മാരും അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. സ്വഹീഹായ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സലാം പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു, ഞാൻ മരിച്ചാലും നിങ്ങൾ എന്നോട് പറയുന്ന സലാം, നിങ്ങളുടെ പേരും നിങ്ങളുടെ നാടും നിങ്ങളുടെ വാപ്പയുടെ പേരും അറിയിച്ചു തരാൻ എനിക്ക് അള്ളാഹുവിന്റെ മലക്കുകളുണ്ട്. കൃത്യമായിട്ടും അറിയും ആരാണ് ഈ സലാം പറയുന്നത്. അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഹളറത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വേറുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആയിപ്പോവരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സ് സാന്നിധ്യത്തോടുകൂടെ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എവിടെ ചെന്നാലും എങ്ങനെയാണ്, എവിടെ ചെന്നാലും ഇപ്പൊ നിങ്ങൾ അജ്മീറിലേക്ക് സിയാറത്തിന് പോകുന്ന ആൾക്കാണ്. അജ്മീർ ചെന്നാൽ അവിടെ ഒരുപാട് ആളുകൾ വരും. വിവരമുള്ളവരും ഇല്ലാത്തവരും, ജാഹിലീങ്ങളായ ആൾക്കാരും, ഇസ്ലാം എന്താണെന്ന് പോലും അറിയാത്തവരും, ജന്മത്തിൽ നിസ്കരിച്ചിട്ടില്ലാത്തവരൊക്കെ വരും. അവിടെ വന്ന് സുജൂദ് ചെയ്ത് പോകുന്നുണ്ടാവും. ചിലപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും വന്ന് കാണിക്കുന്നുണ്ടാവും. നമ്മളാ പോയത് മഹാനവറുകളുടെ ഹളറത്തിലാണ്. അള്ളാഹുവിന്റെ വലിയ മുഹിബ്ബായിരുന്ന, ഒരുപാട് കറാമത്തുകൾ കാണിച്ച, ഇസ്ലാം ഇന്ത്യ രാജ്യത്ത് പ്രചരിക്കാൻ കാരണക്കാരനായ വലിയൊരു മഹാന്റെ ഹളറത്തിലാണ്. നമ്മൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളവിടെ ചെയ്യുന്നു, അതവോടുകൂടെ ചെല്ലുന്നു, ദുആ ചെയ്യുന്നു, അവിടുന്ന് ഖുർആൻ ഓതുന്നു, ആ ഹളറത്തിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ ഒരു ഇബാദത്ത് നമ്മൾ മറ്റുള്ളവരെന്താ ചെയ്യുന്നത് നോക്കി നിൽക്കാൻ നിന്നാൽ നമ്മൾ ആ പോയ ടിക്കറ്റോ യാത്രയും ടൈമൊക്കെ വേസ്റ്റ് ആവും. നമ്മൾ ആ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം എന്തോ അതിൽ മനസ്സ് കേന്ദ്രീകരിക്കുക. ലോകത്ത് വിവരമുള്ളവർ വിവരമില്ലാത്തവരൊക്കെ ഉണ്ടാവും. എല്ലാവരും നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക. പല നാട്ടുകാരും വന്ന് പലതും ചെയ്തു കൂട്ടിയേക്കാം. നമ്മൾ അതിനൊന്നുമല്ല. നമ്മൾ ആരെയാ ലക്ഷ്യം വെച്ച് പോയത്, എവിടെയാണ്, ഏത് മഖാമിലേക്കാണ്, ഏത് ഹളറത്തിലേക്കാണ്, ഏതൊരു പുണ്യമായ സ്ഥലത്തേക്കാണ്, ഏത് ഹറമിലാ നമ്മൾ ഉള്ളത്, അവിടെ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. തദർറുഅൻ വഖുഫിയ. അതുകൊണ്ടാണ് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകുമ്പോ ശ്രദ്ധകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അതുകൊണ്ട് ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ, വളരെ വിനയാന്വിതരായിട്ട്, വഖുഫിയതൻ, മെല്ലെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. ബോർഡർ കഴിഞ്ഞ്, അതിര് കഴിഞ്ഞ് കടക്കുന്നവർ, അള്ളാഹു വെച്ച ലിമിറ്റിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫ്. അപ്പൊ എന്താണ് ദുആ ചെയ്യുമ്പോ അതിര് കടക്കുക എന്ന് പറയുന്ന സംഗതി? എന്താണ് അൽ ഇഅ്തിദാഉ ഫി ദുആ? ഒന്ന്, ഏതെങ്കിലും ഹറാമായത് ചോദിക്കാം. നമുക്ക് ചോദിക്കാൻ പാടില്ലാത്തത് ഹറാമ് ചോദിക്കാം. നമ്മളെ നാട്ടുകാരൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ചിലരൊക്കെ എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു, അങ്ങനെ മലയാളിയല്ല, അപ്പോ ഹറമിലേക്ക് ഉംറക്ക് പോയി കഅബന്റെ അടുത്തുനിന്ന് ഞാൻ അയാൾക്കെതിരെ ദുആ ചെയ്തിട്ടുണ്ട്. പടച്ചോനങ്ങനെ ചെയ്യാൻ പാടില്ല. കഅബന്റെ അടുത്തുനിന്ന് തനിക്ക് ദുൽമ ചെയ്ത ഒരാളെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവിടെ ഹറമിൽ ചെന്നിട്ട് ഞാൻ ഇഹ്റാമിന്റെ കോലത്തിൽ നിന്നിട്ട് കഅബന്റെ കില്ല പിടിച്ച് അയാൾക്കെതിരെ ദുആ ചെയ്തിട്ടാണ് ഞാൻ പോരുന്നത്. ഭയങ്കര തെറ്റാണ്, അറിവില്ലായ്മയാണ്, ജഹലാണത്. നമ്മൾ തിരുത്തി കൊടുക്കണം. ഹറാമ് കൊണ്ട് ദുആ ചെയ്യുക, ഇത് അള്ളാഹുവിന്റെ പരിധി കടക്കലാണ്. അങ്ങനെ ചെയ്യരുത്. പിന്നെ അള്ളാഹുവിന്റെ ചില ഹിക്മത്തിന് എതിരായത് ചോദിക്കുക, അതും അതിര് കടക്കല. അല്ല, അള്ളാഹുവെ ഇന്നങ്ങടെ മരിപ്പിക്കാതെ ഖിയാമത്ത് നാൾ വരെ നിർത്തി തന്നൂടെ, ഒരാൾക്ക് ചോദിക്കാം. അള്ളാഹുവിന്റെ ഹിക്മത്ത്, അള്ളാഹു മരണം വിധിച്ചിട്ടുണ്ട്. അത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് വഫാത്തായി പോയില്ലേ. പിന്നെ ആർക്കും അള്ളാഹുവിന്റെ ആ ഒരു ഖളാഇനെ മറികടക്കാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ ഖൽബിൽ ഇങ്ങനെ വെച്ചേക്കുക. അമ്മക്ക് പാപ്പാക്ക് സുഖമില്ല എന്ന് വിചാരിക്കല്ലേ. നമുക്ക് തന്നെ സുഖമില്ല, ഭാര്യക്ക് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് സുഖമില്ല.
രണ്ടാലൊന്ന് സംഭവിക്കും. ഒന്നുകിൽ അള്ളാഹു ശിഫ കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖളാ അവിടെ സംഭവിക്കും. ഈ രണ്ടാളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഒന്നുകിൽ ഈ ഹോസ്പിറ്റലിൽ ഈ ഒരു അഡ്മിറ്റ് ആവുന്നതോടുകൂടെ ഒരുപക്ഷെ ആഖിറത്തിലേക്കുള്ള യാത്രയിലേക്ക് ആയിരിക്കും ഉമ്മയോ വാപ്പയോ വേണ്ടപ്പെട്ടവരോ നമ്മളോ ആരോ ആകട്ടെ പോകുന്നു. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. കാലാകാലം ഒരസുഖവും മാറാതിരിക്കാൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു കാലത്ത് ഒരസുഖം എന്ത് ചെയ്ത് ശിഫയാകാതിരിക്കുക, എല്ലാം ശിഫയാവണം. ഒരുപക്ഷെ അള്ളാഹുവിന്റെ ഖളാ ഒരു രോഗത്തിലൂടെ മരിക്കണം എന്നാണെങ്കിൽ അവിടെ ശിഫ കിട്ടൂല, മരണമായിരിക്കും സംഭവിക്കുക. പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. അള്ളാഹുവിന് ഇങ്ങനെയും ഒരു ഖളാ ഉണ്ടായിരിക്കാം, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്തിനെതിരായത്, അള്ളാഹുവിടെ നിശ്ചയിച്ച റബ്ബിന്റെ ചില ഖാനൂനുകളുണ്ട്, അതിനെതിരായത് ദുആ ഇരക്കരുത്. അല്ലെങ്കിൽ അള്ളാഹുവെ ഒരു വെള്ളവും ഭക്ഷണവും തിന്നാതെ എനിക്ക് ജീവിക്കണം, അതിനെനിക്ക് തൗഫീഖ് താ എന്ന് ദുആ ഇരക്കുക. അതൊന്നും പറ്റൂല. അതൊക്കെ ഇഅ്തിദാഅ്, അതിര് കവിയലാണ്, ബോർഡർ കവിഞ്ഞു പോകൽ. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അങ്ങനെ ദുആ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമേ അല്ല. ദുആയിൽ അതിര് കവിയുന്നതിന്റെ ഒരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന് മുമ്പത്തെ ക്ലാസ്സിലോ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ദുആയിരുന്നില്ലേ? സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ദുആ ചെയ്തു. അവിടെ എന്തെങ്കിലും ചെയ്തോ മൈക്ക്? സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ദുആ ചെയ്യുന്നത് മഹാനവറുകൾ കേൾക്കുകയാണ്. സഅദ് എന്നവര് മുസ്തജാബു ദഅവ, ദുആക്ക് ഉത്തരമുണ്ടായിരുന്ന സഹാബിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. اللهم إني أسألك الجنة وأسألك من نعيمها وبهجتها. എന്തിവിടെ സംഭവിച്ചേ? എന്ത് പ്രയാസം ഉണ്ടായിരുന്നോ? മൂളിച്ചുണ്ടല്ലേ? ഒരു ഹമ്മിങ് സൗണ്ട് ഉണ്ട് അല്ലേ? ആയിക്കോട്ടെ, അത് കറക്റ്റ് ചെയ്തേക്ക്, കുഴപ്പമില്ല. പക്ഷെ അവിടെ തിരിച്ചാൽ ഇവിടെ തൊണ്ടയിൽ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് വരും. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅസ്അലുക മിൻ നഈമിഹാ വബഹ്ജതിഹാ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു റബ്ബേ. ആ സ്വർഗത്തിന്റെ സൗന്ദര്യം, അതിന്റെ വർണ്ണ ശബളിമ, അതിന്റെ ആനന്ദം, സ്വർഗത്തിലേക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോർക്കാം. കുട്ടികളൊക്കെ തോർക്കണമെങ്കിൽ ഇവിടെ ഫെറാറി വേണം, അവിടെ ലംബോർഗിനി വേണം, ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ തോർക്കുക കുട്ടികൾ. സ്വർഗത്തിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റുഡൻസ് വരെ അപ്പൊ ലംബോർഗിനിയെ കിട്ടൂടെ? ആ കിട്ടും തന്നെ അല്ല, അപ്പൊ എന്താ പറയാ, കിട്ടൂല അറിയാൻ പറ്റുമോ? ഫിഹാമാ തഷ്തഹീഹിൽ അൻഫുസു. ഒരു ശരീരത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചിന്തിക്കോ ഇല്ലേ അത് വേറെ വിഷയം. അങ്ങനെ ആഗ്രഹിക്കുമെങ്കിൽ കിട്ടും. ഓ തലദ്ദുൽ അയ്യുൻ, കണ്ണിന് കുളിർമയുള്ളതും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോ എനിക്ക് ആ സ്വർഗത്തിലെത്തിയ അത് വേണം ഇത് വേണമെന്ന് ഓരോന്ന് അവിടത്തേത് ഇങ്ങനെ ഓരോന്ന് സഅദ് തങ്ങളുടെ മകൻ ഇങ്ങനെ പറയാ ദുആയിൽ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. പിന്നെ നരകത്തേക്ക് എത്തി. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനൻ നാരി മിൻ സലാസിലിഹാ വഗ്ലാലിഹാ. അല്ലാഹു, നരകത്തിന്റെ ചങ്ങലകള്, നരകത്തിന്റെ കൊളത്തുകള്, നരകത്തിന്റെ അത് ഇത്, നരകത്തിന്റെ ശിക്ഷകൾ ഇങ്ങനെ എണ്ണി പറയാം. സഅദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ഖൈറൻ കസീറാ. മോനെ, നീ അല്ലാഹുവിനോട് ഒരുപാട് ചോദിച്ചല്ലേ, സ്വർഗത്തിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ കുറേ ചോദിച്ചില്ലേ നീ, ഞാൻ കേട്ടുട്ടോ. വതഅവ്വദ്ത മിനല്ലാഹി മിൻ ശർരിൻ കസീർ. ഒരുപാട് ഷർറുകളിൽ നിന്ന് നീ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്തു. അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട മോനെ, അത് ദുആന്റെ അദബിൽപ്പെട്ടതല്ല എന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സയകൂനു ഖൗമുൻ യഅതദൂന ഫിദ്ദുആ. ദുആയിൽ അതിര് കവിഞ്ഞു കിടക്കുന്ന ആളുകൾ വരും. എന്റെ ഉമ്മത്തികളിൽ അങ്ങനെ ദുആ ഇരക്കുന്നവരുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മോനെ ഞങ്ങൾ ഹബീബിൽ നിന്ന് കേട്ടിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സഅദ് എന്നവർ ഓതി കൊടുത്തു, ഉദ്ഉ റബ്ബക്കും തദർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ.
ഇതിനൊക്കെ പകരം മോനെ ഞാനൊരു ദുആ പഠിപ്പിച്ചു തരാം എന്നൊരു സഅദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. വഇന്ന ഹസ്ബക അൻ തഖൂൽ, സ്വർഗത്തിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞില്ലേ, നരകത്തുനിന്ന് അല്ലാഹു ഇതിനിക്ക് വേണ്ട ഇതിന്ന് കാവൽ തരണേ, ഇതിന്ന് എന്നെ കാക്കണേ എന്ന് ഓരോന്ന് എടുത്തു പറഞ്ഞില്ലേ, അതിനൊക്കെ പകരം നിനക്ക് പറയാൻ കഴിയുമായിരുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. ഇത്ര ദ്വാരന്നാ മതി. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു റബ്ബേ. അത് ജന്നത്തുൽ ഫിർദൗസ് എന്ന് അല്ലാഹുവിനോട് ചോദിക്കുക. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, സ്വർഗ്ഗം കിട്ടാൻ കാരണമാകുന്ന ഖൗലും അമലും. സ്വർഗം തരണേന്ന് പറഞ്ഞിട്ട് ഒരു പണിയും ചെയ്യാതെ നടക്കുക, അത് തൗഫീഖില്ലായ്മയാണ്. സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുമ്പോ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന പണിയും ചെയ്യേണ്ടതിന്റെ ഒപ്പം അതിന് അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കണം. മിൻ ഖൗലിൻ ഔ അമൽ, ഒന്നുകിൽ ചിലപ്പോൾ ചില ദിക്റുകളായിരിക്കും, ചില ദിക്റൊക്കെ ഭയങ്കരമാണ്, അതിൻ്റെയൊക്കെ കൂലി അപാരമാണ്. അല്ലാഹു തആല എണ്ണമറ്റ പ്രതിഫലം കൊടുക്കുന്ന ദിക്റുകളൊക്കെ ഉണ്ട്, നമുക്ക് ചൊല്ലാൻ ഒരു ഭാരം അതുകൊണ്ട് ഇല്ലതാനും. ഔ അമൽ, ചില അമലും അങ്ങനെയാ. اللهم إني أسألك الجنة وما قرب إليها من قول وعمل, അല്ലെങ്കിൽ ഖൗലിൻ ഔ അമൽ, രണ്ട് റിവായത്തിൽ കാണാൻ പറ്റും. അല്ലാഹുവേ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു റബ്ബേ, വമാ ഖറബ ഇലൈഹാ, ആ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങൾ അടുപ്പിച്ചു കൊണ്ടുപോകുന്നത് മിൻ ഖൗലിൻ വഅമൽ, ഒന്നുകിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അമല്, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരണേ. വഅഊദു ബിക മിനൻ നാർ, മോനെ നിങ്ങൾക്ക് ദുആ ചെയ്യാമായിരുന്നു റബ്ബേ, ഞാൻ നിന്നോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ, നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന മിൻ ഖൗലിൻ വഅമൽ, വാക്കോ പ്രവൃത്തിയോ ആയിട്ട് എന്തെല്ലാം ഉണ്ടാകാമോ അതിൽ നിന്നെല്ലാം കാവൽ നൽകണമേ. അങ്ങനെ അത് ആരക്കേണ്ടത്. അബ്ദുല്ലാഹിൽ മുഗഫൽ തങ്ങളുടെ മകൻ എന്തുവായിരുന്നു, ഇതേപോലെ സംഭവമുണ്ട്. മകൻ തോരുന്നത്, അല്ലാഹുവേ സ്വർഗത്തിന്റെ വലതുഭാഗത്ത് എനിക്കൊരു വൈറ്റ് കൊട്ടാരം വേണമെന്നാണ് പറയുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഖസ്റൽ അബ്യദ അൻ യമീനിൽ ജന്ന, സ്വർഗത്തിന്റെ വലതുഭാഗത്താണ് കടന്ന എൻട്രൻസ് തന്നെ വലതുഭാഗത്ത് എനിക്കൊരു എന്ത് ചെയ്യണം, ഒരു വെള്ളക്കൊട്ടാരം വേണം പടച്ചോനെ എന്ന് മഹാനായ അബ്ദുല്ലാഹിൽ മുഗഫൽ തങ്ങളുടെ മോന് പറഞ്ഞപ്പോ പറഞ്ഞു, യാ ബുനയ്യ, മോനെ സലില്ലാഹൽ ജന്ന വഉദ് ബിഹി മിനൻ നാർ, മോനെ അല്ലാഹുവിനോട് സ്വർഗ്ഗം ചോദിച്ചേക്ക്, നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചേക്ക് റബ്ബേ. ഫഇന്നീ സമിഅ്തു റസൂലല്ലാഹ്, സ്വഹാബിയാണ് അബ്ദുല്ലാഹിൽ മുഗഫൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യകൂനു ഖൗമുൻ യഅ്തദൂന ഫിദ്ദുആഇ വത്തുഹൂർ. ഇവിടെ രണ്ട് കാര്യമുണ്ട്. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യകൂനു ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും, യഅ്തദൂന ഫിദ്ദുആ, ദുആയിൽ അവർ അതിര് കവിഞ്ഞു പോകും. കുറെ ദ്വാരക്കുന്നല്ല കേട്ടോ അതിനർത്ഥം, ദുആയിൽ ചോദിക്കാൻ പാടില്ലാത്തത് അൺനെസസറി ആയ കാര്യങ്ങൾ ചോദിക്കാൻ, അങ്ങനത്തെ ആളുകൾ കാണും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, വത്തുഹൂർ, വൃത്തിയാക്കുന്നിടത്തും. ചില പെണ്ണുങ്ങളുണ്ട് ഭയങ്കര വസ്വാസമുള്ളവര്, കഴുകിയാലും തീരാത്തവര്. ചില ആണുങ്ങളുണ്ടാവും അങ്ങനെ. യഅ്തദൂൻ, അതൊക്കെ ഓവറാണ്, ഒന്നും വെള്ളം വേസ്റ്റ് ആക്കലാണ്. പിന്നെ ഒരു വാഷിംഗ് പൗഡർ ചിലവില്ലേ ഇതിന്, എന്തെങ്കിലും ഒരു വെള്ളം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, അതുകൊണ്ട് പിന്നെ വാഷ് ചെയ്തിട്ടേ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇസ്തിരിട്ട കറണ്ട് എത്ര ചിലവാകും, അതൊന്ന് ഉണക്കിയെടുത്താൽ പോരെ. നജസ്സൊന്നും അല്ലെങ്കിൽ, നജസ്സാണെങ്കിൽ ഒന്ന് കഴുകിയാൽ മതി. അങ്ങനെ വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് വെള്ളം ചെലവാക്കുക, വൃത്തിയാക്കാൻ വേണ്ടി ഒരുപാട് സമയം. ഒരു കാലിന്റെ ഒരു നടന്നു പോയ ഒരു അടയാളം ഒരു ടൈലിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനായി, പടച്ചോനെ ഈ കാലുകൊണ്ട് ഇപ്പൊ ആ ചെരുപ്പിട്ട് ശരിയാണ്, പക്ഷെ ചെരുപ്പിട്ടിന്റെ മുമ്പ് കാല് നിലത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ ഒരു നായ് പോയോടത്ത് നടന്നു വന്ന ഒരാൾ അവിടെ ചൊട്ടി പോയിട്ടുണ്ടാവില്ലേ, അപ്പൊ അയാളെ കാലുമ്പോൾ നിങ്ങളുടെ പൊടി കയറിയിട്ടുണ്ടാവില്ലേ. എന്നിട്ട് നിലം മുഴുവൻ കഴുകന്നെ, വൈകുന്നേരം വരെ കഴുകൽ തന്നെ പണി. ഒരു ഗസ്റ്റ് വരാൻ പേടിയാണ്, ഒരാളെ വിളിക്കാൻ അവർക്ക് ഇഷ്ടമല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, ഈ നജസ് പേടിച്ചിട്ട്. അവർക്ക് നിസ്കാരപ്പായ കൊടുത്താൽ പിന്നെ പേടി, ആ നിസ്കാരപ്പായും കട്ടിലടക്കം കഴുകേണ്ടി വരും. പിന്നെ ഇങ്ങനെ എന്ത് അമിതമായി തൊഹൂർ, അമിത ശുദ്ധിയാവുക എന്നവർ ഉദ്ദേശം, പക്ഷെ അതൊക്കെ ഓവറാണ്. അങ്ങനെയൊന്നും വേണ്ട.
മനുഷ്യന്മാർ ജീവിക്കുന്ന ലോകമാണിത്. പൊടിയും മണ്ണും ചളിയൊക്കെണ്ടാവും. എല്ലാ പൊടും മണ്ണും എന്തല്ല, നജസ്സല്ലല്ലോ. നജസ് നിങ്ങൾ കാണുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ? എങ്കിലത് കഴുകി വൃത്തിയാക്കണം. അല്ലേ ഉണ്ടാകാമല്ലോ. യാ അല്ലാഹ്, അങ്ങനത്തെ പോസിബിലിറ്റി നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാൻ കഴിയില്ല. അതൊക്കെ മഅഫൂവാണ്. നജസ് കാണുന്നുണ്ടോ, അത് വൃത്തിയാക്കണം. നജസ് ഉണ്ടെന്ന് ഉറപ്പുണ്ടോ, അത് വൃത്തിയാക്കണം. ഉണ്ടായിരിക്കാൻ ഇടയുണ്ടല്ലോ, ഒന്നും ചിന്തിക്കണ്ട. അതൊക്കെ വസ്വാസാണ്. യകൂന ഖൗമുൻ യഅ്തദൂന ഫിദ്ദുആഇ വത്തുഹൂർ. ശുദ്ധിയാക്കുന്ന വിഷയത്തിലും ദുആഇന്റെ വിഷയത്തിലും അതിരുകവിയുന്ന ആളുകൾ വരാനുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് മോനെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ബിൻ മുഗഫൽ റളിയല്ലാഹു അൻഹു മകനോട്. ഞാൻ അവിടെ കടന്നാൽ അല്ലാഹുവേ, സ്വർഗ്ഗത്തിന്റെ വലതു ഭാഗത്ത് اللهم إني أسألك القصر الأبيض عن يمين الجنة إذا دخلتها. ഞാൻ ആ സ്വർഗ്ഗത്ത് കടക്കുമ്പോ വലതു ഭാഗത്ത് തന്നെ ആർക്കായി കടല്, ഈ കൊട്ടാരം ആർക്കാണ് എന്ന് ചോദിക്കുമ്പോ ലിബിൻ അബ്ദുല്ലാഹിബിൻ മുഗഫലിന്റെ മോന്റേതാണ് എന്ന് പറയപ്പെടണം എന്നാ കുട്ടിന്റെ ആഗ്രഹം. അങ്ങനൊന്നും ചോദിക്കേണ്ട മോനെ, അത്രയൊന്നും വേണ്ട. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്ക്, നരകത്തിന് കാവൽ ചോദിക്ക്, അത് മതി. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.